വാലന്റൈൻസ് ഡേ നിങ്ങളുടെ പാർട്ട്ണറായി കണ്ടിരിക്കാൻ പറ്റിയ മസ്റ്റ് വാച്ച് മൂവീസ്. ആദ്യം തന്നെ ഗോൺ ഗേൾ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണാതാവുമ്പോൾ അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഭർത്താവിന്റെ കഥയാണ് സിനിമ കാണിക്കുന്നത്. മീഡിയക്കാരും പല ആൾക്കാരും താനാണ് തന്റെ ഭാര്യയുടെ തിരോധാനത്തിന് പിന്നിലെന്ന് സംശയിച്ച് ചൂഷണം ചെയ്യുമ്പോഴും അവളെ കണ്ടെത്താനുള്ള അയാളുടെ പരിശ്രമവും കഷ്ടപ്പാടും കാണിച്ചുകൊണ്ട് ഈ ഭാര്യ ഭർത്താവ് ബോണ്ട് സിനിമ നമുക്ക് കാണിച്ചു തരുന്നു. അടുത്തത് റയാൻ ഗോസ്ലിംഗിന്റെ ബ്ലൂ വാലന്റൈൻ എന്ന പടമാണ്. ഈ പടം ഒരു നോൺ ലീനിയർ രീതിയിലാണ് കഥ പറയുന്നത്. നമ്മുടെ കഥാനായകനും നായികയും കണ്ടുമുട്ടി പ്രണയത്തിലാവുന്നതും പിന്നെ അവരുടെ വിവാഹത്തിന് ശേഷമുള്ള കഥയും അതിലെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും പാരലലായിട്ട് കാണിച്ചു പോകുന്ന ഒരു ഫീൽ ഗുഡ് റൊമാൻസ് പടമാണ് ഇത്. ആൻഡ് അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഹൊറർ ഫേവറേറ്റ് റൊമാൻസ് മൂവിയായ 500 Days of Summer ആണ്. 500 ദിവസത്തെ ടോമിന്റെയും സമ്മറിന്റെയും പ്രണയകഥ പറയുന്ന സിനിമയാണിത്. ഇവർ എങ്ങനെ കണ്ടുമുട്ടി പ്രണയത്തിലായി ജീവിതം മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് പടം കാണിക്കുന്നത്. ഞാൻ വിഷമിച്ചും ഡിപ്രസ്ഡുമായി ഒക്കെ ഇരിക്കുമ്പോൾ കാണുന്ന പടമാണിത്. ടോട്ടലി റെക്കമെൻഡ് ദിസ്. ഡു വാച്ച് ഇറ്റ് വിത്ത് യുവർ പാർട്ട്ണർ. പിന്നെ ഇതുകൂടാതെ നിങ്ങൾക്ക് വേണേ ഹാപ്പിലി മാരീഡ് ആയിട്ടുള്ള ഒരു ദമ്പതികളുടെ കഥ പറയുന്ന മാരേജ് സ്റ്റോറി കാണാം. അല്ലെ ഒരു ആക്സിഡന്റ് പറ്റി തളർന്നു പോയ ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എമിലിയ ക്ലാർക്കിന്റെ മീ ബിഫോർ യു ഓർ രണ്ട് ആർട്ടിസ്റ്റിന്റെ ലവ് സ്റ്റോറി പറയുന്ന ലാലാ ലാൻഡ് എന്നീ പടങ്ങൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഈ സിനിമകൾ കണ്ടിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വേറെ ഫേവറേറ്റ് വാലന്റൈൻസ് ഡേ മൂവി ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ബൈ.